ഭാഗം 8. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എസ്റ്റല്ല എവിടെ പോകുമ്പോഴും എന്നെ ഒപ്പം കൂട്ടും. അവളുടെ കൂടെ നടക്കുന്നതിൽ ഞാൻ അഭിമാനിച്ചു. എല്ലാ തരത്തിലുള്ള ആളുകളുമായുള്ള അവളുടെ ശൃംഗാരം എന്നെ വിഷമിപ്പിച്ചു. ഒരു വേലക്കാരൻ എന്നതിലുപരിയുള്ള പരിഗണന എനിക്കിനിയും ലഭിച്ചിട്ടില്ല. അവൾ ബെൻലി ഡ്രമ്മളിനോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് എന്നിൽ ഈർഷ്യയുണ്ടാക്കി. മാത്യു പോക്കറ്റിൻ്റെ കീഴിൽ തന്നെയാണ് ബെൻലിയും ഞാനും പഠിക്കുന്നത്. അവൻ നല്ലൊരാളാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോൾ അവനോട് വെറുപ്പും തോന്നി തുടങ്ങി. ബെൻലിയുടേത് ചീത്ത സ്വഭാവമാണെന്ന് എസ്റ്റല്ലയ്ക്ക് മുന്നറിയിപ്പും കൊടുത്തു. അവൾ അത് സ്വീകരിച്ചില്ല. ഒരു വൈകുന്നേരം എസ്റ്റല്ലയോട് ഞാൻ കാര്യമായി തന്നെ പറഞ്ഞു, എസ്റ്റല്ല, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിക്കണം. വെറുക്കപ്പെടേണ്ട ഒരാളെയാണ് നീ ഇപ്പോൾ ഇഷ്ടപ്പെടാൻ നോക്കുന്നത്. അവൻ വെറും തെമ്മാടിയാണ്. അശ്രദ്ധമായാണ് അവൾ മറുപടി തന്നത്. അതെന്തിനാണ് നീ അതിൽ വിഷമിക്കുന്നത്? അവനിൽ നിനക്ക് ഇത്രയധികം താല്പര്യം തോന്നാൻ എന്താ കാരണം? അവനോട് പറയുന്ന ഇഷ്ടത്തോടെ നീ ഒരിക്കലും എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ. നിന്നെയും ഞാൻ ചതിച്ച് കെണിയിൽപ്പെടുത്തണോ? പെട്ടെന്ന് അവൾ ഗൗരവം പൂണ്ടു. ഡ്രമ്മളിനെ നീ ചതിക്കുകയാണോ? അതെ, നീ ഒഴികെ മറ്റെല്ലാവരെയും. കൂടുതലൊന്നും ഞാൻ പറയില്ല. അവൾ എൻ്റെ അടുത്ത് നിന്നും പോയി ഡ്രമ്മളിൻ്റെ ഒപ്പം ശൃംഗരിച്ച് നിന്നു. എസ്റ്റലെ പോലെ എന്നെ വേദനിപ്പിക്കാൻ കഴിയുന്ന വേറൊരു വ്യക്തിയില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. എനിക്ക് 23 വയസ്സായി. 500 പൗണ്ട് വാർഷിക വരുമാനമുണ്ടെങ്കിലും ഞാൻ വീണ്ടും കടത്തിലായി. പലയിടത്തുമുള്ള കടത്തിൻ്റെ കൂട്ടത്തിൽ ക്ലാരിക്കറിനും കടമായി. വർഷത്തിൽ 500 പൗണ്ട് എന്നത് വളരെ ചെറിയ തുകയായേ ഇപ്പോൾ തോന്നുന്നുള്ളൂ. ട്യൂഷൻ നിർത്തി. ഞാൻ കുറേ സമയം വായിക്കാൻ വിനിയോഗിച്ചു. മുറിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ശക്തമായ കാറ്റുണ്ടായി ഒരു രാത്രിയിൽ. ഹെർബർട്ട് വ്യാപാര ആവശ്യാർത്ഥം യാത്രയിലാണ്. പുറത്ത് ശക്തമായ കാറ്റ് വീശുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. ക്ലോക്കിൽ 11 അടിച്ചു. ഏണിപ്പടിയിലെ വിളക്ക് കാറ്റത്ത് അണഞ്ഞു പോയിരുന്നു. ഏണിപ്പടിയിൽ ആരോ കയറി വരുന്ന ഒച്ച ഞാൻ കേട്ടു. ഞാൻ വായിക്കുന്നതിന് ഉപയോഗിച്ച വിളക്കെടുത്ത് ഏണിപ്പടിയുടെ ഭാഗത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു, ആരാ? എന്താ വേണ്ടത്? പിപ്പിനെ അന്വേഷിച്ച് വന്നതാണ്. ഒരു പുരുഷൻ്റെ ശബ്ദം കേട്ടു. ഞാനാണ് പിപ്പ്. നിങ്ങളാരാ? അയാൾ ഉത്തരം പറഞ്ഞില്ല. നല്ല ഉയരമുള്ള ഒരാൾ എൻ്റെ മുന്നിൽ നിന്നു. പരുക്കൻ തുണി കൊണ്ടുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത്. ചാരനിറമുള്ള മുടി, ബലമുള്ള ശരീരം. 60 വയസ്സുണ്ടാവും. അപരിചിതൻ എന്നിൽ കണ്ണു നട്ട് നിന്നു. എന്നെ മുമ്പേ അറിയാവുന്നതുപോലെയാണ് നോക്കുന്നത്. ഞാൻ ഒരടി പിന്നോട്ട് മാറി നിന്നിട്ട് ചോദിച്ചു, നിങ്ങളാരാ? എന്താ വേണ്ടത്? എല്ലാം ഞാൻ പറയാം. എന്നെ കണ്ടതിൽ അയാൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അയാളെ കണ്ടതിൽ ഞാനും സന്തോഷിക്കണമെന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. ചാരിതാർത്ഥ്യം നിറഞ്ഞ അഭിമാനത്തോടെ അയാൾ ചുറ്റും നോക്കുകയാണ്. അയാൾ എൻ്റെ നേരെ കൈനീട്ടി. അയാൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു. ആപത്ത് പ്രതീക്ഷിച്ച ഞാൻ പിന്നോട്ട് നീങ്ങി. ശരിയാണ്, നിന്റെ കുറ്റമല്ല കുട്ടി, എൻ്റേതാണ്. വളരെ കാലം അപകടകരമായ യാത്രയിലായിരുന്ന ഒരാൾ അപ്രതീക്ഷിതമായി നിന്നെ കണ്ടുമുട്ടുന്നത് അത്ഭുതം തന്നെയാണ്. അയാൾ കോട്ടും തൊപ്പിയും ഊരിവെച്ചു. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അയാൾ ചോദിച്ചു. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ നിങ്ങളാരാണ്? അയാളിൽ നിന്നും അകലം സൂക്ഷിച്ചുകൊണ്ട് ഞാൻ നിന്നു. നീ ധീരനാണ്. നീ വളർന്ന് ധീരനായതിൽ എനിക്ക് സന്തോഷമുണ്ട്. പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായി. ശ്മശാനത്തിൽ കണ്ട തടവ് പുള്ളി. ഞാൻ അയാളെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലായ അയാൾ എൻ്റെ നേരെ കൈകൾ നീട്ടി. ഞാൻ എൻ്റെ കൈകൾ ആ കൈകളിൽ വെച്ചു. അയാൾ എൻ്റെ കൈകളിൽ ചുംബിച്ചു. അന്ന് നീ ചെയ്തത് വലിയ സഹായമായിരുന്നു. എനിക്ക് സഹായം അത്യാവശ്യമായ സന്ദർഭമായിരുന്നു അത്. കുറ്റങ്ങൾ ചെയ്യുന്നത് ഞാൻ ഒഴിവാക്കി പിപ്പ്. ഇപ്പോൾ ന്യൂ സൗത്ത് വെയിൽസിൽ
വലിയ ആടുവളർത്തുകാരനാണ് ഞാൻ. ഞാൻ നിന്നെ മറന്നിട്ടില്ല പിപ്പ്. അയാൾ എന്നെ കെട്ടിപ്പിടിക്കാൻ അടുത്തു. ഞാൻ അല്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നോട് നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ നന്നായി ജീവിക്കുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം. എൻ്റെ ജീവിതം വളരെയധികം മാറി. ഇപ്പോൾ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ തളർന്നിരിക്കുന്നതായി തോന്നുന്നുണ്ടല്ലോ. അതെ, പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും കുടിക്കണമെന്നുണ്ട്. ഞാൻ അവസാനം കാണുമ്പോൾ നീ ഒരു ചെറിയ കുട്ടിയായിരുന്നു. ഇപ്പോൾ കാണാനും ഭംഗിയുണ്ട്. കുടിക്കാൻ കൊടുത്ത ശേഷം ഞാൻ എൻ്റെ കഥ മുഴുവൻ പറഞ്ഞു. ഇപ്പോൾ വർഷത്തിൽ 500 പൗണ്ടാണ് നിൻ്റെ വരുമാനം എന്ന് തോന്നുന്നു, ശരിയാണോ? ഞാൻ ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നെ വിറപ്പിച്ചു. അയാൾ എന്നെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്കുറപ്പുണ്ട് ആരോ ഒരാൾ നിനക്ക് വേണ്ടി പണം നൽകുന്നതാണെന്ന്. വേറൊരാൾ നിൻ്റെ രക്ഷിതാവായി അഭിനയിക്കുന്നു. അയാളുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം ജ എന്നല്ലേ? അയാളുടെ പേർ ജാഗേഴ്സ് എന്ന് തന്നെയല്ലേ? അയാളുടെ ക്ലർക്ക് ഒരു വെമിക്കും. എനിക്ക് തല ചുറ്റുന്നത് പോലെയായി. ഞാൻ സോഫായിലിരുന്നു. ഞാൻ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ. അപ്പോൾ ഹവിഷമല്ല എന്നെ ഒരു മാന്യനാക്കി വളർത്തുന്നത്. ഒരു തടവ് പുള്ളിയാണ്. ഒരു തടവ് പുള്ളിയുടെ പണം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഹോ, എൻ്റെ ജോ, പാവപ്പെട്ട ജോ. എനിക്ക് പറ്റിയ കൂട്ടാളിയല്ല എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അദ്ദേഹത്തെക്കാൾ താഴ്ന്നവനാണ് ഞാൻ. ആരാധ്യനായ കഠിനാധ്വാനിയാണ് ജോ. എൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നുപോയി. എസ്റ്റലെ വിവാഹം ചെയ്യാമെന്ന പ്രതീക്ഷയും ഇല്ലാതായി. എന്നെ സമ്പന്നനാക്കാനോ എസ്റ്റലെ വിവാഹം ചെയ്യാനോ ഹവിഷാം ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് വ്യക്തമായി. അതെ പിപ്പ്, ഞാൻ നിന്നെ ഒരു വലിയ മനുഷ്യനാക്കാൻ ആഗ്രഹിച്ചു. മാന്യനാക്കി വളർത്തി. ഞാൻ കഠിനമായി ജോലി ചെയ്തു. ദരിദ്രനായി ജീവിച്ചു. അതുകൊണ്ട് നീ സമ്പന്നനായി ജീവിക്കുന്നു. അത്രമാത്രം നീ എന്നോട് കരുണ കാണിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടി, ഞാൻ നിൻ്റെ രണ്ടാമത്തെ അച്ഛനാണ്. നീ എൻ്റെ മകനാണ്. ഒറ്റയ്ക്കൊരു കുടിലിൽ കഴിയുമ്പോൾ നിൻ്റെ മുഖമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ അന്ന് നീ എനിക്ക് ഭക്ഷണം തന്നപ്പോഴുള്ള മുഖമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ഇവിടെ ഇതാ ആ കുട്ടി വീണ്ടും എൻ്റെ മുന്നിൽ. നിന്നെ ഒരു മാന്യനാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒന്നും പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ആ മുഖത്തേക്ക് ഞാൻ മിഴിച്ചു നോക്കി. എൻ്റെ ഉള്ളിൽ ദുഃഖം വളരുന്നത് അദ്ദേഹം മനസ്സിലാക്കിയില്ല. കൂടുതൽ സന്തോഷത്തോടെ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ന്യൂ സൗത്ത് വെയിൽസിൽ പെട്ടെന്ന് പണക്കാരനായതിൽ ഞാൻ പ്രസിദ്ധനാണ്. എനിക്കറിയാം എൻ്റെ പിന്നിൽ നിന്ന് ഞാനൊരു കുറ്റവാളിയാണെന്ന് അവർ പറയുമെന്ന്. മാന്യന്മാർ എന്നെ അവജ്ഞയോടെ നോക്കൂ. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എനിക്കൊരു മാന്യനുള്ളതാണ് എല്ലാ സ്വത്തിനേക്കാളും വലുതായി ഞാൻ കരുതുന്നത്. എൻ്റെ കുട്ടിയെ മാന്യനായി ഒരു ദിവസം കാണണമെന്നും അവനെ വിവരമറിയിക്കണമെന്നും ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു പ്രതീക്ഷയിൽ എല്ലാ ക്ലേശങ്ങളെയും ഞാൻ അതിജീവിക്കുകയായിരുന്നു. ഒരു കുറ്റവാളിയുടേതായിരിക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ടെന്ന് അദ്ദേഹം തെല്ലും സംശയിച്ചില്ല. അദ്ദേഹത്തിൻ്റെ പേര് ആബേൽ മഗ്വിച്ച് എന്നാണത്രേ. ലണ്ടനിൽ സഞ്ചരിക്കുമ്പോൾ പ്രോവിസ് എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ലണ്ടനിലുള്ളത് അറിഞ്ഞാൽ അധികാരികൾ എന്നെ വധശിക്ഷയ്ക്കാണ് വിധിക്കുക. അതിൽ അദ്ദേഹത്തിന് പരിഭ്രമമൊന്നുമില്ല. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ ജനാലകളുടെ കർട്ടനുകൾ നിവർത്തിയിട്ടു. ആബേൽ മാഗ്വിച്ചിനെ ഹെർബർട്ടിൻ്റെ മുറിയിൽ കൊണ്ടിരുത്തി വിശ്രമിക്കുവാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ? അതേ കുട്ടി. ഞാൻ എൻ്റെ മുറിയിലേക്ക് പോന്നു. അദ്ദേഹത്തിൻ്റെ കൂർക്കം വലി ഉടനെ കേട്ടു. എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം ഞാൻ ജാഗേഴ്സിൻ്റെ അടുത്ത് ചെന്നു. എനിക്ക് സഹായം ചെയ്യുന്ന ആളെപ്പറ്റിയുള്ള സത്യാവസ്ഥ പറയാൻ ആവശ്യപ്പെട്ടു. മഗ്വിച്ചാണ് എനിക്ക് ധനസഹായം ചെയ്യുന്ന ഏക വ്യക്തിയെന്ന് ജാഗേഴ്സ് സ്ഥിരീകരിച്ചു. മഗ്വിച്ചിനെ സംരക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ വിചാരിച്ചു. അദ്ദേഹം എൻ്റെ അമ്മാവനാണെന്നും പേര് പ്രോവിസ് ആണെന്നും ഞാൻ വേലക്കാരിയോട് പറഞ്ഞു.
സുരക്ഷിതമായ ഒരു താമസ സ്ഥലം അദ്ദേഹത്തിന് വേണ്ടി കണ്ടെത്തണം. മാഗ്വിച്ചിന് തൻ്റെ അപകടത്തെക്കുറിച്ചുള്ള ഒരു പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു പേഴ്സ് മേശയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, പിപ്പ്, ഒരു കുതിരയെ വാങ്ങണം. അതിന് നല്ലൊരു പന്തിയും ഉണ്ടാക്കണം. കുതിരയെ സവാരിക്ക് കൊണ്ടുപോകാൻ ഒരു കുതിരക്കാരനെയും നിയമിക്കണം. എൻ്റെ മകൻ ഒരു മാന്യനെ പോലെ പണം ചെലവഴിക്കുന്നത് കാണാൻ ഞാൻ വരും. അതാണ് എൻ്റെ സന്തോഷം. അതൊക്കെ പിന്നീടാവാം. പ്രോവിസ് എത്ര ദിവസമാണ് ഇവിടെ താമസിക്കുക? നിങ്ങളെ സുരക്ഷിതമാക്കലാണ് ആദ്യം വേണ്ടത്. ഞാനിവിടെ നല്ലതിനാണ് വന്നത്. ഞാൻ എങ്ങും പോകുന്നില്ല. എൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ഓർത്ത് നീ ഒട്ടും പരിഭ്രമിക്കേണ്ട. മുടിയുടെ നിറം മാറ്റി, കണ്ണട വെച്ചു, വസ്ത്രം മാറ്റി. എന്നെ തിരിച്ചറിയാൻ കഴിയില്ലാർക്കും. ഒരു കർഷകന് പറ്റിയ വസ്ത്രം വേറെ വാങ്ങണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. അടുത്ത ദിവസം തന്നെ ഞാൻ അവ വാങ്ങിക്കൊണ്ടുവന്ന് ധരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോകണമെന്ന് ഉണ്ടെനിക്ക്. പക്ഷേ അവിടെ തന്നെ നിന്നു. അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഹെർബർട്ട് വന്നാൽ ഉചിതമായ ഉപദേശം എനിക്ക് ലഭിക്കും. അതിനായി ഞാൻ കാത്തു. എന്നാൽ ഹെർബർട്ടിനോട് സത്യം പറയരുതെന്ന് മഗ്വിച്ച് നിഷ്കർഷിച്ചു. ഹെർബർട്ട് വിശ്വസ്തനാണെന്ന് മഗ്വിച്ചിനെ ഞാൻ ബോധ്യപ്പെടുത്തി. ഹെർബർട്ട് വന്നപ്പോൾ മഗ്വിച്ചിനുള്ള താമസ സ്ഥലം ഏർപ്പെടുത്താൻ കഴിഞ്ഞു. അദ്ദേഹത്തെ പുതിയ സ്ഥലത്ത് എത്തിച്ച ശേഷം ഇനിയുള്ള നീക്കങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. എൻ്റെ എല്ലാ വിഷമങ്ങളും ഹെർബർട്ടിൻ്റെ മുന്നിൽ ഞാൻ തുറന്നു വെച്ചു. എൻ്റെ ദുഃഖങ്ങൾ അവന് മനസ്സിലാക്കാൻ കഴിയും. മഗ്വിച്ചിൽ നിന്ന് പണം സ്വീകരിക്കുന്നത് നിർത്തണോ? ഹെർബർട്ട് ചോദിച്ചു. എങ്ങനെയാണ് അദ്ദേഹത്തിൽ നിന്ന് പണം വാങ്ങുക? ഒരു കുറ്റവാളിയാണ് അദ്ദേഹം. അദ്ദേഹത്തോട് വേണ്ട എന്ന് പറയാനും കഴിയില്ല. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം എന്നോടാണ്. എനിക്ക് വേണ്ടി ഒരുപാട് ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്നതൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറ്റവും മോശമായ കാര്യം ഞാൻ കടത്തിലാണെന്നതുമാണ്. എങ്ങനെയാണ് കടം വീട്ടുക? എനിക്കൊരു തൊഴിലും അറിയില്ല. ഞാൻ ഒന്നിനും പറ്റില്ല. ഹെർബർട്ടും സമ്മതിച്ചു. വലിയ പ്രയാസമുള്ള സന്ദർഭമാണ്. പണം വാങ്ങിയില്ലെങ്കിൽ അദ്ദേഹം തകർന്നു പോവും. നിന്നെ ഒരു വലിയ ആളാക്കുകയാണ് പ്രോവിസിൻ്റെ ലക്ഷ്യം. നിരാശനായാൽ അയാൾ സ്വയം നശിപ്പിക്കുകയോ നിന്നെ നശിപ്പിക്കുകയോ ചെയ്തേക്കാം. ഒരു കുറ്റവാളിയുടെ പണം കൊണ്ട് എനിക്ക് ജീവിക്കുകയേ വേണ്ട. നിന്റെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് വേണ്ടി ഒരുപാട് ചെയ്യുകയും നിന്നെ കാണാൻ എല്ലാ അപകടങ്ങൾക്കും നടുവിലൂടെ വന്നെത്തുകയും ചെയ്ത ആളെ സംരക്ഷിക്കേണ്ട കടമയും നിനക്കുണ്ട്. പ്രോവിസിൽ നിന്ന് നീ വിടുതൽ നേടുന്നതിന് മുന്നേ അപകടത്തിൽ നിന്ന് അദ്ദേഹത്തെ രക്ഷിക്കണം. അദ്ദേഹത്തെ ഇംഗ്ലണ്ടിൽ നിന്ന് പുറത്തു കടത്താനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. നീ പറഞ്ഞത് ശരിയാണ്. അതിന് അദ്ദേഹം എന്നെ വിട്ട് എവിടെയും പോകുകയില്ലെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നീ അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം. പ്രോവിസിനെ ഇംഗ്ലണ്ടിൽ നിന്നും കടത്തണം. അദ്ദേഹം അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിനക്ക് പണം സ്വീകരിക്കുന്നതിലുള്ള പ്രയാസം അറിയിക്കണം. തിരിച്ച് എൻ്റെ അടുത്ത് ക്ലാരിക്കാറിൻ്റെ സ്ഥലത്ത് വരിക. അതൊരു നല്ല മാർഗമായി എനിക്ക് തോന്നി. ഹെർബർട്ട് ഉപദേശിച്ച പോലെ ചെയ്യുവാൻ ഞാൻ തീരുമാനിച്ചു. ഭാഗം 8 നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. എവർക്കും കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.